ബ്രെഡ്, മുട്ട, നേന്ത്രപ്പഴം ഈ 3 സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്നത്തെ ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഈ പലഹാരം, ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഷേപ്പിൽ മുറിച്ചെടുത്തതേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പഴുത്ത പഴം 4 എടുത്തിട്ടുണ്ട്. പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് നോക്കണം. അതിൻ്റെ തോലെല്ലാം മാറ്റിയതിന് ശേഷം നമ്മളത് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തതിന് ശേഷം അടുപ്പത്തൊരു പാൻ വെച്ച് നെയ്യ് ഒഴിച്ച് ചൂടായതിന് ശേഷം, നെയ്യാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. നെയ്യ് ചൂടായതിന് ശേഷം പഴം ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്ത് അടിയിൽ പിടിക്കാതെ നന്നായി വഴറ്റിയെടുക്കുക. പഴം ഒന്ന് സോഫ്റ്റായി എന്ന് തോന്നിയാൽ ഒരു 3 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇത് കുറച്ച് മധുരം കുറവായത് കാരണം പഞ്ചസാര ചേർത്തതാണ്. നല്ല മധുരമുള്ള പഴമാണെങ്കിൽ പഞ്ചസാര ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി 1 മിനിറ്റ് അടച്ച് വയ്ക്കുക. സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഉടച്ചെടുക്കാം. ഇത് നമുക്ക് ജാമിൻ്റെ പോലെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ശേഷം 4 ബ്രെഡ്, 2 കോഴിമുട്ട ഒന്ന് ബീറ്റ് ചെയ്യാം. ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. 4 സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പഴം സ്പ്രെഡ് ചെയ്യാം. എല്ലാ പീസുകളിലും ഇതുപോലെ ചെയ്തെടുക്കണം. അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നെയ്യ് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. മുട്ട ചേർക്കാം. അതിലേക്ക് ബ്രെഡുകൾ വെച്ച് കൊടുക്കുക. ഇത്ര പണിയേ ഉള്ളൂ. നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. 2 സൈഡും 1 മിനിറ്റ് അപ്പുറം ഇപ്പുറം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ചൂടാക്കി എടുക്കണം. ഈ ബ്രെഡ് ചൂടാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2 സൈഡും ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. നല്ല കിടിലൻ ടേസ്റ്റിലുള്ള 4 മണി പലഹാരമാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചായക്കൊപ്പം കുട്ടികൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. ട്രൈ ചെയ്ത് അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ.